ഹായ് ഡിയേഴ്സ്, ഞങ്ങൾ എമ്പുരാൻ മൂവി കണ്ടു. അപ്പോൾ കാണാൻ പോണതിന് മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എമ്പുരാൻ മൂവി കണ്ടു കഴിഞ്ഞ് വന്നിട്ട് ഞാൻ ഉറപ്പായിട്ട് റിവ്യൂ പറയാമെന്ന്. സോ ഇന്ന് ആ ഒരു റിവ്യൂ വീഡിയോ ആണ്. ഫോർ മീ ഇറ്റ്സ് സൂപ്പർ മൂവി. സൂപ്പർ എന്ന് പറഞ്ഞാൽ എനിക്കത് പേഴ്സണലി വളരെ വളരെ ഇഷ്ടപ്പെട്ടു. ഞാനൊരു ലാലേട്ടൻ ഫാൻ ആയതുകൊണ്ട് പറഞ്ഞതല്ല, ഇറ്റ്സ് റിയലി ഗുഡ് മൂവി. ടെക്നിക്കലി ഇതൊരു ബെസ്റ്റ് മൂവിയാണ്. ഒരു ഹോളിവുഡ് ലെവൽ മേക്കിംഗ് ആയിട്ട് നമുക്ക് തോന്നും. ഓരോ സീൻസും എടുത്തെടുത്ത് പറയേണ്ടതാണ്. എക്സ്പെഷ്യലി പടത്തിന്റെ തുടക്കത്തിലുള്ള സീൻസ് എല്ലാം വളരെ വളരെ ഒരു ഹോളിവുഡ് മേക്കിംഗ് തന്നെയാണ്. പിന്നെ ധാരാളം നെഗറ്റീവ് റിവ്യൂസ് ഈ പടത്തിന് വരുന്നുണ്ട്. അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണമായിട്ട് എനിക്ക് തോന്നിയത്, ഈ ഒരു എമ്പുരാൻ മൂവിയെ പലരും ലൂസിഫറുമായിട്ട് കമ്പയർ ചെയ്യുന്നുണ്ട്. കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല, ഇത് അതിന്റെ സെക്കൻഡ് പാർട്ടാണ്. സോ അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് കൂട്ടിയാൽ മതി. പലരും ഇതിനെ അത് വെച്ച് കമ്പയർ ചെയ്യുന്നുണ്ട്. കാരണം ലൂസിഫർ മൂവിയിൽ നമ്മുടെ ആ ഒരു ലാലേട്ടന്റെ ക്യാരക്ടർ സ്റ്റീഫൻ നെടുമ്പള്ളിയും പുള്ളിക്കാരനെ ചുറ്റിപ്പറ്റിയുള്ള കാര്യങ്ങളാണ് കാണിക്കുന്നതെങ്കിലും, ഈ ഒരു സെക്കൻഡ് പാർട്ട് എമ്പുരാനിൽ ഇറ്റ്സ് കംപ്ലീറ്റ്ലി എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ട് ആ ഒരു അബ്രാം ഖുറേഷി ആ ഒരു ക്യാരക്ടറും അതിന് ചുറ്റിപ്പറ്റിയുള്ള കാര്യങ്ങളാണ് കാണിക്കുന്നത്. എന്ന് വെച്ചിട്ട് ലൂസിഫർ ആയിട്ട് ബന്ധങ്ങളില്ല എന്നല്ല, പല സീൻസിൽ അതിന്റെ ഓരോ കണക്ഷൻസ് കാണിക്കുന്നുണ്ട്. ക്ലിയർ കട്ടായിട്ട് ഓരോ കാര്യങ്ങളും വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട്. എമ്പുരാനിലെ ഓരോ സീൻസും നമ്മൾ ലൂസിഫറുമായിട്ട് കണക്ട് ചെയ്ത് കണ്ടാൽ കൺഫ്യൂഷൻസ് ഒന്നുമില്ലാതെ നമുക്ക് കണ്ടിരുന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു ബെസ്റ്റ് മൂവി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. സത്യം പറഞ്ഞാൽ ഓരോ സ്ക്രീൻസും നമുക്ക് എടുത്തു പറയേണ്ടതാണ്. ടെക്നിക്കലി വളരെ 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 മികച്ചൊരു മൂവിയാണ് ഇത്. നമ്മുടെ മലയാള സിനിമ ഇത്രയും ഒരു ലെവലിലേക്ക് എത്തിയെന്ന് നമുക്ക് ഒരു മലയാളി പ്രേക്ഷകന് തന്നെ അഭിമാനം തോന്നുന്ന ഓരോ സീൻസും ഉണ്ട്. പിന്നെ ആസ് എ ലാലേട്ടൻ ഫാൻ എനിക്ക് പലപ്പോഴും ഗൂസ് ബംസ് തോന്നിയ സീൻസൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊരു ലാലേട്ടൻ ഫാൻ്റെ വികാരമായിട്ട് കൂട്ടിയാൽ മതി. പക്ഷേ ഒരു പ്രേക്ഷകന് കണ്ടിരുന്ന് എൻജോയ് ചെയ്ത് ഹാപ്പി ആയിട്ട് തിരിച്ചിറങ്ങാൻ പറ്റിയ മൂവി തന്നെയാണ്. പുറമേ ഉള്ള നെഗറ്റീവ് റിവ്യൂസ് ഒന്നും ശ്രദ്ധിക്കാതെ സിനിമ കാണണമെന്ന് ആഗ്രഹമുള്ളവർ പോയി സിനിമ കാണുക. അത് നിങ്ങൾക്ക് ഉറപ്പായിട്ട് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. അത്രേ ഉള്ളൂ. എന്നെ സംബന്ധിച്ച് എനിക്ക് പടം ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആസ് എ ലാലേട്ടൻ ഫാൻ എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെന്താ, അത്രേ ഉള്ളൂ. ഇതിനെപ്പറ്റി വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാനൊന്നും പറഞ്ഞില്ല, കാരണം ഞാനും ഒരു സാധാരണ പ്രേക്ഷകയാണ്. സോ എനിക്ക് തോന്നിയ കാര്യം ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. നമ്മൾ കീഴെ മുറിച്ച് പരിശോധിച്ച് ഓരോ നെഗറ്റീവ്സോ അല്ലെങ്കിൽ ഓരോ കുറ്റങ്ങളോ കുറവുകളോ എടുത്ത് പറയാൻ വേണ്ടി നമ്മൾ അത്ര വലിയ ആൾക്കാരൊന്നുമല്ല. ഒരു സാധാരണ പ്രേക്ഷകൻ എന്ന നിലയിൽ നമ്മൾ കണ്ടിരുന്ന് എൻജോയ് ചെയ്യാൻ പറ്റും, അത് ഉറപ്പാണ്. പിന്നെ ഒരു കാര്യം പ്രത്യേകം പറയാനുള്ളത്, സിനിമയായിട്ട് കാണുക.